വിൻസിക്ക് നേരിട്ട അനുഭവം അപർണയോട് പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ, സിനിമാ സെറ്റിൽ വെച്ച് തന്നെ? വിശാല മനസ്സനായ ആശാൻ തന്റെ കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ വായിൽ നിന്ന് ഒരു വൈറ്റ് പൗഡർ മേശപ്പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഈ സെക്ഷൽ ഫേവറോട് കൂടി സംസാരിക്കുന്ന സമയത്ത് ഞാനൊക്കെ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന പരാതിയാണത്. ചിലതൊക്കെ പന്നിയായിട്ടും ചിലതൊക്കെ ഈ സെക്ഷൽ കണ്ടന്റോട് കൂടിയുള്ള അവർ കമന്റ് ബോക്സിൽ വന്ന് തെറി പറയും, അതിനെ പ്രതിരോധിക്കാൻ നോക്കും. വീണ്ടും നമ്മുടെ ചാക്കോ ചേട്ടന്റെ മോൻ ഷൈൻ ടോം ചാക്കോ, വേറെ ഒരു നടി, പുതുമുഖ നടിയാന്ന് തോന്നുന്നു, അവരും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് വാർത്ത എന്ന് കേട്ടു നോക്കാം. ടോം ചാക്കോയ്ക്കെതിരെ നേരത്തെ വിൻസി പരാതി പറഞ്ഞത് പ്രേക്ഷകർ കണ്ടു. അതുമായി ബന്ധപ്പെട്ട വാർത്തയും ആ വാർത്തയുടെ തുടർ വാർത്തകളും തുടർ നീക്കങ്ങളും പ്രേക്ഷകർ കണ്ടു. ഇന്നിപ്പോൾ ആ സിനിമയിൽ, സൂത്രവാക്യം എന്ന സിനിമയിൽ വിൻസിക്കൊപ്പം പ്രധാന വേഷം കൈകാര്യം ചെയ്ത അപർണ ജോൺസ് എന്ന ഒരു സിനിമാ താരമുണ്ട്. അപർണ ജോൺസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഓസ്ട്രേലിയയിൽ നിന്നും. അപർണ, വെരി ഗുഡ് മോർണിംഗ്. അപർണ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ കുമാർ. അപർണ, ഇപ്പൊ സമയം എത്രയായി അവിടെ? ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് 2 മണി. ഓ, വെരി ഗുഡ്. സോ യു ആർ ഫ്രീ? ഫ്രീ അല്ല, ഞാൻ വർക്കിലാണ്. ഞാൻ ഓഫീസിൽ നിന്നാണ് കോൾ എടുക്കുന്നത്. അപർണ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയോ? അതെ, ഞാൻ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്. ഓ, ഗുഡ്. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വന്നാൽ, ഇതിനിടയിലാണ് ഇപ്പൊ സൂത്രവാക്യം ആദ്യ സിനിമയായിരുന്നു അപർണയുടെ? അതെ, ആദ്യ സിനിമയായിരുന്നു. ഓക്കെ, എന്തായിരുന്നു അനുഭവം അപർണ? ഒരു ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തന്നെ ഒരു മോശം അനുഭവം നേരിട്ടു എന്നറിയുന്നു. സെറ്റിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സെറ്റില് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പെരുമാറ്റം അല്ലാതെ ആ സെറ്റില് എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു. നല്ല മനോഹരമായ ഒരു അനുഭവം ആണ്. സെറ്റിലുള്ള ബാക്കിയുള്ള ക്രൂ എല്ലാവരിൽ നിന്നും സിനിമ അവിടെ ഈവൻ ലൈക്ക് യുനോ ഇത് ക്രിയേറ്റീവ് ടീമിന്റെ അടുത്തുനിന്ന് ഡയറക്ടർ മുതൽ താഴോട്ട് ഇങ്ങനെ ടെക്നിക്കൽ ടീമിൽ എല്ലാവരുടെ അടുത്തുനിന്നും വളരെ നല്ല അനുഭവമായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ അടുത്തുനിന്ന് മാത്രമേ മോശമായ അഭിനയം. ഈ അപർണ, വിൻസി കാര്യങ്ങൾ വന്ന് തുറന്നു പറയുമ്പോൾ വിൻസി അപർണയുടെ പേര് പറയാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു മറ്റൊരാൾക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി എന്ന് എനിക്കറിയാം എന്ന് പറയുന്നത്. ഈ കാര്യം വിൻസിക്ക് നേരിട്ട അനുഭവം അപർണയോട് പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ, സിനിമാ സെറ്റിൽ വെച്ച് തന്നെ? നമ്മൾ രണ്ടുപേരും, ഞാനും വിൻസിയും കൂടെ നിൽക്കുന്ന സീൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അതേ ആ സീൻസ് ഷൂട്ട് ചെയ്യാനുള്ള സമയത്തും ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾ ചേർത്തിട്ട് തന്നെയാണ് വിൻസി പറഞ്ഞത്. പക്ഷെ ഞാൻ പോയിരുന്നു കഴിഞ്ഞ് എനിക്ക് ചെറിയ റോളായിരുന്നു. എന്റെ സ്കെഡ്യൂൾ തീർന്നു കഴിഞ്ഞ് വിൻസിക്ക് വേറെയും സീനുകൾ ഉണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള വളരെയധികം മോശമായ അനുഭവങ്ങൾ, പെരുമാറ്റം ഷൈൻ്റെ അടുത്ത് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അപർണയ്ക്കും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ചേർത്തിട്ടായിരിക്കും ആണ് വിൻസി സഹപ്രവർത്തകയും കൂടെ ചേർത്ത് പറഞ്ഞത്. തുറന്ന പറച്ചിലൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് ഇപ്പൊ വിൻസിയുടെ കേസിലാണ് നമ്മൾ എന്താ കണ്ടത്? സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തു, മീഡിയാസ് ഏറ്റെടുത്തു, നമ്മുടെ അധികാരികൾ ഏറ്റെടുത്തു. എന്നിട്ട് പോലും അതിൻ്റെ അകത്ത് ഒരു എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? അവരെല്ലാം പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞു. ലാസ്റ്റ് ഇത് കേട്ടവരും ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തിയവരൊക്കെ ശശിയായില്ലേ? സിനിമ മുഴുവൻ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകൾ പറയുകയും ചെയ്യും, പിന്നീട് അവര് അത് ക്വിറ്റാവുകയും ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാണെന്ന് നമ്മൾ കാണുന്നതാണ്. ഈ കേസുകളെല്ലാം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന് പറയുന്ന, മറ്റേടത്തിരിക്കുന്നവന്മാര് പറയുന്ന എ എം എം എ എന്ന് പറയുന്ന സംഘടന എല്ലാം ഒതുക്കി തീർക്കും. കൈ കൊടുത്ത് അമ്മ എല്ലാവരുടെ കൂടി ഇവര് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് തീർത്തോളാം. പിന്നെ ഇവിടെ എന്തിനാണ് നമുക്കൊരു ഭരണകൂടം? നമുക്കെന്തിനാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കെന്തിനാണ് അവിടെ നിയമ കോടതിയും ഇതൊക്കെ? ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഇവർ തന്നെ പരിഹരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവര് ഇന്ത്യയിലെ സിറ്റിസൺസ് അല്ലേ? അല്ലെ പിന്നെ ഈ പരാതിയായിട്ട് വരല്ലേ? ഒരു പരാതിയായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നുമറല്ല. വിൻസിയുടെ സുയമോട്ടായിട്ട് കേരള പോലീസിന് എടുക്കാവുന്ന യൂസ് ചെയ്യുള്ളൂ. ഈ തുറന്ന വെളിപ്പെടുത്തൽ നടത്തിയല്ലേ? പറയുന്ന ഷൈന് ലാസ്റ്റ് അവസരം കൊടുക്കും. ഇനി ഷൈന് അവസരമില്ല. ഇപ്പൊ ഇതിപ്പം ലാസ്റ്റ് അവസരം പുള്ളി ബ്രേക്ക് ചെയ്യില്ലേ? വിൻസിയുടെ കേസ് കഴിഞ്ഞ് അടുത്തത് വന്നപ്പം ഈ ലാസ്റ്റ് അവസരം ബ്രേക്ക് ആയില്ലേ? അവർ തന്നെ അവരുടെ കാര്യങ്ങൾ പറയുന്നു, അവർ തന്നെ പറയുന്നു പിന്നീട് പ്രശ്നമില്ലെന്ന് പറയുന്നു, പിന്നെ അവർ തന്നെ എല്ലാം കൈ കൊടുത്ത് എല്ലാ പ്രശ്നം ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നു. വിശാല മനസ്സനായ ആശാൻ തന്റെ കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു.
അവിടെ നിന്ന് എന്നെ, അതായത് ആദ്യമായിട്ട് നമ്മൾ എന്റെ ആദ്യത്തെ മൂവിയാണ്, അപ്പൊ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നെർവസ്നെസ്സോട് കൂടി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം നേരിട്ട് നമ്മൾ ഉടനെ തന്നെ സ്വിച്ച് ചെയ്ത് നമ്മളോട് ഈ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് അപ്പൊ തന്നെ സ്വിച്ച് ചെയ്ത് നമ്മൾ ഡയലോഗ് പറയാൻ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഭയങ്കര അൺകംഫർട്ടബിളും അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള നല്ല പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ സഹായിച്ച ഒരാളും കൂടെയാണ് വിൻസി. വിൻസി എന്റെ ബുദ്ധിമുട്ട് നല്ലോണം അവിടെ നിന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ആളാണ്. ഈ അപർണ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഒരു മൊഡസ്റ്റി ഓഫ് എ വിമനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണോ ഷൈൻ പെരുമാറിയത് സെറ്റിൽ? വർത്തമാനത്തിൽ മാത്രം, അല്ലാതെ വേറെ ഒരു തരത്തിലല്ല. ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്ഷൽ കോണോട്ടേഷൻസ് വരുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അയാള് സെക്ഷൽ ചുവയോടുകൂടി അഥവാ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നു. ആ സമയത്തൊക്കെ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന മട്ടിലായിരുന്നോ ഇയാളുടെ പെരുമാറ്റം? ഡോക്ടർ അരുൺ, അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച ഒരാള് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റെഫറൻസ് എനിക്കില്ല ആക്ച്വലി. അപ്പൊ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊക്കെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1-2 ഗ്ലാസ് ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാല് ഒരിത്തിരി ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവരെ, അതൊക്കെയാണ് മാക്സിമം ഞാൻ ലഹരി ഉപയോഗിച്ച ഒരാളുടെ റെഫറൻസ് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് അത് ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണോ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണോ, അല്ല ഇനി എന്തെങ്കിലും രോഗാവസ്ഥയാണോ, ഇതൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഈ വിൻസി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ സമയത്ത് ഇയാള് എന്തൊരു വെള്ളപ്പൊടി തുപ്പുന്നതൊക്കെ കണ്ടു വിൻസി എന്നാണ് വിൻസി പറഞ്ഞത്. അത് ഞാൻ കൂടെ ഇരിക്കുന്ന ആ സീനിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. വേറെ സീനിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളൊരു സീൻ എടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം സംസാരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വായിൽ നിന്ന് ഒരു വൈറ്റ് പൗഡർ മേശപ്പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം. അതായത് നമുക്കവിടെ മാന്യമായിട്ട് ഇയാൾക്കൊപ്പം കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇയാൾ ഉണ്ടാക്കി. ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ക്ഷീണം വരുമ്പോൾ ഇടയ്ക്ക് ഗ്ലൂക്കോസ് കൂടി കഴിച്ചായിരിക്കും. ഫിലിം ഇൻഡസ്ട്രിയിൽ പല നടന്മാരിൽ നിന്നും ഈ സംസാരങ്ങൾ, ഷൈൻ സംസാരിക്കുന്നുള്ള സംസാരങ്ങൾ പലർക്കും ഉണ്ടായിട്ട് നമ്മൾ പണ്ട് കാലത്തെ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൾ വേണം, ചുമ്മാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് സ്ഥിരീകരിക്കണം. ഈ പരാതിയായിട്ട് വരുന്ന ഒരു സ്റ്റിക്ക് ഓൺ ചെയ്താലേ ഉള്ളൂ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പരാതിയായിട്ട് വരുന്ന ഒരു കുറച്ചാലും കഴിയുമ്പം എനിക്ക് പരാതിയില്ല, ഞങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തു, ഞങ്ങൾക്കറിയാം പ്രശ്നം ഞങ്ങളെ തന്നെ പറഞ്ഞ് തീർത്തോളാം, അങ്ങനെയുള്ള പ്രസ്താവനകളായിട്ടാണ് പലപ്പോഴും വരുന്നതും കാണുന്നതും. അതുകൊണ്ടാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടാത്തത്. ഫിലിം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരുണ്ട്, എനിക്കിത് 19 ആൾക്കാർ വരുന്നുണ്ട്. ഷൂട്ടും അഭിനയിക്കുന്നവരും അഭിനയിക്കാത്തവരും അല്ലാത്തവരും എല്ലാം ആയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇവരെ ഓരോ വർക്കിൽ നമ്മൾ ഇന്ന് ഈ വർക്കിൽ കാണുന്ന ആളെ അടുത്ത വർക്കിൽ കാണുന്നുണ്ട്. ഇപ്പൊ പല ആൾക്കാർ, ഇപ്പൊ സ്ഥിരമായിട്ട് മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള പൃഥ്വിരാജ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത്ര വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ടെക്നീഷ്യന്മാരെയൊക്കെ എല്ലാവരും അറിയാം, പേരറിയത്തില്ലെങ്കിലും കണ്ടറിയാം. ഇടയ്ക്ക് വന്ന് അഭിനയിച്ച് പോകുന്നല്ല അങ്ങനെയുള്ളവർക്ക് ഈ ടെക്നീഷ്യന്മാരെയും അല്ലാതെ വരുന്നവരെയൊക്കെ അത്ര അറിയണമെന്നില്ല. അവർക്കെല്ലാം പുതുമുഖങ്ങളായിരിക്കും അവരെല്ലാം. എന്തായാലും സ്ട്രേഞ്ചേഴ്സ് ഒരുപാട് കഴിയുന്ന ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി. ആർക്കും ആരോടും അങ്ങനെ വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല. നടൻ മമ്മൂട്ടിയുടെ അഭിമുഖത്തിൽ പറഞ്ഞു, സിനിമാ മേഖലയിൽ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്കില്ല എന്ന് പറയുന്നുണ്ട് മമ്മൂട്ടി. കാരണം ഒരു വർക്കിൽ കാണുന്നു അടുത്ത വർക്കിൽ കാണുന്ന പോവാണ്. ഒരു ക്ലോസ് ഫ്രണ്ട് സിനിമാ മേഖലയിൽ നില്ലെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ കണ്ടാണ്. ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് എന്ന് പറയുന്നതും ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ പരിചയപ്പെടുന്ന ഒരു മേഖല, ഇപ്പോൾ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജീവിയിൽ പോകുന്നതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്നിടത്ത് കാണുകയും പരിചയപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. കാരണം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് 10-15 പേര് പഠിച്ചു കണ്ട് ക്ലോസ് ഫ്രണ്ട് നാളെ കാണുള്ളൂ. എല്ലാവരും ഫ്രണ്ടാണ്, പറയുന്നത് ഫ്രണ്ടാണ് എല്ലാവരും. ഈ ഷൈനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു പറഞ്ഞേക്ക്? ഷൈനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അത് ആ സീൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും ഒക്കെയാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വരുന്നതും. അല്ലാതെ തന്നെ നമ്മൾ സെറ്റില് ഒരുമിച്ച് ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഈ പെൺകുട്ടികളെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇയാൾ, അല്ലേ? ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു പെരുമാറ്റം അങ്ങനെയായിരുന്നു.
അപ്പോൾ ഇയാൾ ഈ സെക്ഷൽ ഫേവറോട് കൂടി സംസാരിക്കുന്ന സമയത്ത് നമുക്കെന്ത് തോന്നുന്നു എന്നും അയാൾ കരുതുന്നുണ്ടാവില്ല. അയാൾക്ക് ഇതൊരു ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് ആ സമയത്ത്, അല്ലേ? എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അത് ആരും നിയന്ത്രിക്കാനില്ലാത്തതുപോലെ, ആരും ചോദിക്കാനില്ലാത്തതുപോലെ. എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ കംപ്ലൈന്റ് ചെയ്തിരുന്നു ഷൈനോട് നേരിട്ടല്ല. ഷൈനോട് നേരിട്ടുള്ള ഇന്ററാക്ഷൻ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി. ബിക്കോസ് ഞാൻ ഒരു അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, ഇങ്ങനെ വർത്താനം പറയുന്ന ഒരാളുടെ അടുത്ത് സെൻസിബിൾ ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സൈലൻസ് ആണ് നല്ലതെന്ന് തോന്നി. ഒന്ന് ട്രിഗർ ചെയ്ത് വേറൊരു സംസാരത്തിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ആ സെറ്റിലുണ്ടായ മറ്റൊരു സ്ത്രീയോട്, അഡ്വക്കേറ്റ് സൗജന്യ വർമ്മയോട് ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ തന്നെ സൗജന്യ വർമ്മ മുഖേന, അത് ഞാൻ ഫോർമൽ ആയിട്ടല്ല പറഞ്ഞത്, സൗജന്യയോട് പേഴ്സണൽ ആയിട്ടാണ് പറഞ്ഞത്. സൗജന്യ അതിനെനിക്കൊരു പരിഹാരം അവിടെ ഉണ്ടാക്കി തരുകയും ചെയ്തു. അപ്പൊ തന്നെ അതായത് ഈ പരാതി സെറ്റിൽ നിർമ്മാതാവിന്റെ അടുത്ത് അതല്ലെങ്കിൽ സംവിധായകന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലേ? സൗജന്യയോടാണ് ഞാൻ പറഞ്ഞത്. സൗജന്യ എന്ത് മാർഗത്തിലാണ്, ആരോട് പറഞ്ഞിട്ടാണോ അവിടെ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ സൗജന്യയോട് പറഞ്ഞു, വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് സൗജന്യ. എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് അവിടെ നടന്നത്? ഈ സൗജന്യ സിനിമയുടെ ആരാണ്? സൗജന്യ വേറൊരു ഒരു റോള് ചെയ്യുന്നുണ്ട്. സൗജന്യ IC മെമ്പറാണ്. IC മെമ്പർ കൂടിയാണ്. അപ്പൊ IC-യിൽ ഇത് ഫോർമലായിട്ടല്ലെങ്കിലും പരാതിപ്പെട്ടു. IC-യിൽ സൂത്രവാക്യത്തിൽ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു സൗജന്യ IC മെമ്പർ ആണെന്ന്. സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് അറിയാതെയാണ് സൗജന്യോട് പറഞ്ഞത്, സൗഹൃദത്തിന്റെ പുറത്ത് മാത്രം. കാര്യം എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. എന്താണ് പ്രൊസീജിയർ അതൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ സൗജന്യോട് പറഞ്ഞു. ഓക്കെ. പിന്നീട് അതിനുശേഷം ഈ ഷൈൻ ഇരിക്കുന്ന സ്ഥലത്ത് അപർണ ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അതാണോ ആ സൗകര്യം ഒരുക്കി തന്നു എന്ന് പറഞ്ഞത്? അതെ, കറക്റ്റ്. ഓക്കെ. അപ്പം ഷൈനിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ സഹായിച്ചു. പരമാവധി അകലം പാലിക്കാൻ മാത്രമല്ല, അടുത്ത ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന 1-2 സീൻ അത് സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്ത്. സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്യുന്നത് വളരെ ഒരു സിനിമയെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം സെറ്റിംഗ് ഒക്കെ, ഇൻഡോർ സെറ്റിംഗ് ഒക്കെ, ലൈറ്റിങ്ങും എല്ലാം മാറ്റി എടുത്ത് വെളിയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ക്രൂ മുഴുവൻ അതിന് എഫേർട്ട് ഇടണം. അങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് എനിക്ക് ആ സീൻ അന്ന് പൂർത്തിയാക്കി എന്നെ അവിടുന്ന് ആ സ്കെഡ്യൂൾ കംപ്ലീറ്റ് ആക്കി എന്നെ പോകാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കി തന്നു എനിക്ക്. ഓക്കെ. അതെന്തായാലും പിന്നീട് വീട്ടിലൊക്കെ ഈ കാര്യം പറഞ്ഞു അപർണ തിരിച്ചു വരുമ്പോ? ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ് ആ സമയത്ത്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എനിക്കൊരു ചേച്ചിയും അനിയത്തിയും ഉണ്ട്, എന്റെ അമ്മ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. ഈ ഇത്തരത്തിൽ ഷൈന്റെ ഭാഗത്തുനിന്നുണ്ടായതുപോലെയുള്ള ഒരു പ്രതികരണം മറ്റ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ അപർണയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നോ അപർണയുടെ? അല്ല, എനിക്ക് എന്റെ വേറെയുള്ള വർക്ക് പ്ലേസുകളിലും ഇവിടെ അല്ല, നാട്ടിലാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എനിക്ക് ഇവിടെ വളരെ സുരക്ഷിതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നാട്ടിൽ എനിക്ക് നേരത്തെ വേറെ ഇൻഡസ്ട്രിയിൽ നിന്നും വേറെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, സെക്ഷൽ ഫേവറോടുകൂടി സംസാരിക്കുക, അല്ലേ? അതുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ വെറുതെ ഒരു ബസ്സിൽ കയറിയാൽ തന്നെ അത് കേൾക്കേണ്ടി വരുമല്ലോ. ട്രെയിനിൽ കയറിയാൽ കേൾക്കേണ്ടി. പക്ഷേ ഇവിടെ ഷൈൻ പറഞ്ഞത് കുറച്ചുകൂടി കടന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ബസ്സിൽ കയറിയാൽ കേൾക്കേണ്ടി വരുമല്ലോ, ട്രെയിനിൽ കയറിയാൽ കേൾക്കേണ്ടി വരുമല്ലോ. അത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. അത് നമ്മൾ ഇതുമായിട്ടും പരിഹരിച്ചിട്ടില്ല. നമ്മുടെ നാടത്തരം വികസിച്ചിട്ടും നമ്മൾ ഇപ്പോഴും ഈ കവണ്ടടിക്കുക, മോശമായി സംസാരിക്കുക, ജീവിതത്തെ വർണ്ണിക്കുക, ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കും. അത് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിയമമൊക്കെ എത്ര സ്ട്രോങ് ആണ്. ഈ കമന്റ് അടിക്കുന്നവരും പുറമെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സ്ത്രീ നേരിടുന്ന വലിയ പ്രശ്നമാണിത്. ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്നത്, ഞാനൊക്കെ ജനിച്ച കാലം പോലെ കേൾക്കുന്ന പരാതിയാണിത്. ഈ പരാതിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ വേണ്ടപ്പെട്ടവർ സ്ത്രീകളോട് പെരുമാറുന്ന കാര്യത്തിൽ മാന്യമായ രീതിയിലാണോ? ഒരാള് മീഡിയയിൽ നിന്ന് പറയുന്നൊരു പരാതിയാണത്. ആക്ച്വലി സർക്കാർ പരാതി പരിഹരിച്ചു കൊടുക്കേണ്ടതാണ്. കുറെ നാളായില്ലേ നമ്മുടെ നാട്ടില്, എന്താ പ്രശ്നം? എന്താ കുറെ നാളായിട്ട് നമ്മുടെ ഈ ലൈംഗിക ധാർമ്മികത കുറയുന്നില്ല. എവിടെയെങ്കിലും ഒരു വയനാട്ടിൽ നിൽക്കുന്നിടത്തിനെ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ പറയണം അത് മലയാളിയാണെന്ന്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് അത്രയും ഒരു ബാക്ക് ലൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. താല്പര്യമുള്ള കുഴപ്പമില്ല. നമ്മളൊരു പെൺകുട്ടിയെ നോക്കുമ്പം അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് നമ്മോട് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നമ്മൾ നോക്കുന്നവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയാം. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ഫേസ് എക്സ്പ്രഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാം താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. താല്പര്യം ഇല്ലാത്തൊരു കേസിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്താ അർത്ഥിക്കുന്നത്?
അതുപോലെ നമ്മുടെ സഹോദരിമാർ, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ, നമ്മുടെ ആന്റി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, പെൺമക്കൾ, ഒരാളിങ്ങനെ പെരുമാറാൻ നമുക്ക് എന്ത് വിഷമം തരും? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് മാറ്റിയെടുക്കണം. എല്ലാവരും അല്ല പറയുന്ന ഈ തരം സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. സാധാരണ രീതിയിലുള്ള ഒരു കമന്റിലും അപ്പുറം അല്ലേ? തീർച്ചയായിട്ടും എക്സ്ട്രീംലി സ്ട്രോങ് സെക്ഷൽ കൊണോട്ടേഷൻസ് ഉള്ള നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും. ആ രീതിയിലുള്ള വർത്തമാനങ്ങളാണ്. ഇത് അപർണയ്ക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായില്ലേ? തീർച്ചയായും മനസ്സിലാവും. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നു എന്നുള്ളത്. ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ്, അത് തന്നെയാണ് അതിന്റെ മറുപടി. അത് മനസ്സിലാകുന്നത് മറ്റൊരാളുടെ പേഴ്സണൽ ഡിഗ്നിറ്റി അവർക്ക് മനസ്സിലാവില്ല. പറഞ്ഞാൽ എന്താ പറയുക ഇവരെ കുറിച്ച്. ഇപ്പം ഈ എന്തായാലും സിനിമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് മറ്റു മുഖ്യധാര മാധ്യമങ്ങളല്ല ഞാൻ പറയുന്നത്, ഈ ഓൺലൈൻ മീഡിയസിൽ കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ സിനിമയുടെ പ്രൊമോഷൻസിന് അയാൾ വരുമ്പം കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ചിലതൊക്കെ പന്നിയായിട്ടും ചിലതൊക്കെ ഈ സെക്സ്വൽ കണ്ടന്റോട് കൂടിയുള്ള കമന്റ്സ് പുള്ളി അവർക്കിടെ ഇറക്കുന്നുണ്ട്. ആ കമന്റ്സ് ഓൺലൈൻ മീഡിയ ഉള്ളവർക്ക് അത് കുഴപ്പമില്ല, അവരത് അഡ്ജസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇതാ വീതെന്ന് അറിയാവുന്നതുകൊണ്ട് ഇത് ക്ലിപ്പാക്കി ഒരു പുറത്തോട്ട് വിടുകയും ഇതിലൂടെ ആ ഇന്റർവ്യൂ വൈറലാക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട് ആവശ്യമില്ല. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് ടോക്ക് അല്ല അദ്ദേഹത്തിന്റെ വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന ലാംഗ്വേജ് ക്ലിയർ ആവുന്നില്ല. ഡയലോഗ്സ് ഇപ്പൊ നമ്മൾ സിനിമകൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഷൈൻ പ്രസന്റ് ചെയ്യുന്ന ഡയലോഗ്സ് ലിപ്പിൽ സിങ്ക് ആകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആണ്. അതായത് ഡബിങ്ങിൽ ഡിസ്കംഫോർട്ട് ഉണ്ടാകുക. എനിക്ക് സിനിമ റിലീസ് വരാൻ പോവാണ്. ആദ്യ സിനിമ അഭിനയിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. മറ്റു സിനിമാ സാധ്യതകളൊക്കെ എന്താണ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇനി വീണ്ടും? തീർച്ചയായിട്ടും സിനിമാ സാധ്യതകളുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഒരു പാഷന്റെ പുറത്താണ്. നമ്മള് വേറൊരു ജോലി, വേറൊരു പ്രൊഫഷൻ നോക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു പാഷന്റെ പുറത്താണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തത്. വീണ്ടും അവസരങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരും. ഇത് ഷൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ മോശമായി പെരുമാറിയത് കൊണ്ട് അതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു നല്ലൊരു അനുഭവമാണ് ക്രൂ എനിക്ക് തന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെ ആക്ഷേപിക്കാൻ പറ്റൂല. എനിക്ക് അങ്ങനെ മലയാള സിനിമ മുഴുവൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ പറയും. എനിക്ക് ഒരൊറ്റ ആളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു മോശമായ അനുഭവം വന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ഇത് നിയമ നടപടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരലാണ് ആവശ്യം. ഇതല്ലാതെ ബാക്കിയൊന്നും നന്നാവൂല പറഞ്ഞാൽ. കാരണം പലയിടത്തും കോംപ്രമൈസ് ആണല്ലോ. അപർണയ്ക്ക് അറിയുള്ളൂ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെവൻ ഓഫ് കോംപ്രമൈസസ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഒത്തുതീർപ്പാണ് എല്ലാത്തിടത്തും. അങ്ങ് പരിഹരിച്ചിരിക്കുക, പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിൽ കേൾക്കുന്നത് മുഴുവൻ. അങ്ങനെ പറഞ്ഞാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നിയമ നടപടികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപർണ? ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചേനെ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് എനിക്കിവിടെ ബിസിനസ് ഉണ്ട്, ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കിവിടെ നിന്നുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാനും, പിന്നെ ടൈം സോൺ ഡിഫറൻസ്, നമ്മൾ വീട്ടിലെ ഒരു കാര്യങ്ങൾക്ക് തന്നെ നമ്മളൊരു എന്തെങ്കിലും ഒരു ലീഗൽ മാറ്ററിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാം നാട്ടിലൊരു സിസ്റ്റം വർക്ക് ചെയ്തെടുക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോ എന്തായാലും തൽക്കാലം അതിലേക്ക് പോകാനാണ്. വീട്ടിലൊരു കാര്യം വന്നപ്പോൾ നമ്മുടെ സിസ്റ്റം നിയമത്തെയാണ് നമ്മുടെ കോടതി കേസുകൾ പോയി കഴിഞ്ഞാൽ എത്ര നാൾ ആ കേസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു. നമ്മുടെ ജുഡീഷ്യറി അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ മുഖ്യധാര മാധ്യമത്തിൽ വന്നിരുന്ന് പറയുന്ന കാര്യമാണ്, ഒരു കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ നീണ്ടു പോകുന്ന പ്രൊസീജിയേഴ്സ്. നമ്മളെന്തിനാണ് ഒരു പരാതിയായിട്ട് ഒരാൾ വരുമ്പം ആ പരാതി പരിഹരിച്ചു കൊടുക്കാൻ നമ്മൾ ഇത്ര നാളെടുക്കുന്നത്? അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ കാണും. അവരുടെ ജീവിതത്തിന്റെ വലിയ ഭാഗം തന്നെ നമുക്ക് കോടതി കയറി ഇറങ്ങാൻ നടക്കേണ്ടി വരും. അത് ഇനിയല്ലേ ഇത് മാറ്റിക്കൊടുക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തിരുന്നുണ്ട്. വികസിച്ച രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ കോടതികൾ രീതികൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് കേസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അല്ലാതെ ആൾക്കാരായിട്ട് വലിപ്പിക്കുന്ന പരിപാടി നടത്തേണ്ട സമയം കഴിഞ്ഞത്. പല കേസുകളും ഇന്ന് നീതി കിട്ടേണ്ട സാധനം 10 വർഷം കഴിഞ്ഞ് നീതി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കേസിന് ഇങ്ങനെ കളിച്ച് പോവാണ്. നീതി കിട്ടാൻ എത്ര നാളാണ് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് നിൽക്കേണ്ടത്, കോടതി കയറി നടക്കേണ്ടത്? അത് വലിയ ചോദ്യമാണ്. അത് ജുഡീഷ്യറി പരിഹരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ജുഡീഷ്യറിയിലാണ് എല്ലാവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസം മുമ്പോട്ട് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലുള്ള പരിഹാരം
എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട കാര്യമാണ്. ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പം അതൊന്നും മനസ്സിൽ വെക്കേണ്ട. അത് എത്ര മനസ്സിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചാലും അതൊരു പെൺകുട്ടിക്ക് മാത്രമാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാവുക അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ റിക്കവർ ഈസിലി. അപ്പം ഓസ്ട്രേലിയയിൽ കാര്യങ്ങളൊക്കെ ഉഷാറായി ഇരിക്കട്ടെ. ഇടയ്ക്ക് നാട്ടിലേക്കൊക്കെ വരിക, സിനിമയൊക്കെ അഭിനയിക്കുക, ഗംഭീരമാവട്ടെ അപർണ. താങ്ക് യു സോ മച്ച്. അപർണയെ സംബന്ധിച്ച് അപർണക്കുണ്ടായ ഒരു ഇൻസിഡന്റ്, അവർക്ക് അതിന്റെ വിഷമം അവർക്ക് ഒരു പെണ്ണിന് മാത്രമല്ല അത് മനസ്സിലാക്കാൻ പറ്റും. അവരെ നോക്കുന്നതിന്റെ അകത്തുള്ള ഡിസ്കംഫോർട്ട് അല്ലെ അവരുടെ പെരുമാറുന്നവരുടെ ഫോട്ടിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവരെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇഷ്ടപ്പെടാത്തവർ എല്ലാവരും ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ. പോടാ എന്ന് പറഞ്ഞാൽ മതി. ആലാപർവതിയെ സംബന്ധിച്ച് അത് കംഫോർട്ടബിൾ ആയിരിക്കും. ചിലപ്പം അങ്ങനെ പോകാൻ പറഞ്ഞാൽ ഓക്കെ ഐ എം കംഫോർട്ടബിൾ, അവിടെ തീർന്നു. പക്ഷെ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്നുപോലെ ആണെന്നില്ല. അത് ഓൺലൈൻ മെഡിക്കൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് അങ്ങനെ പറഞ്ഞത്. ഓരോ വ്യക്തിക്ക് ഒരു മാനസികാവസ്ഥയാണ്. അങ്ങനെ സെക്സിൽ കണ്ടാണല്ലേ കൂടെ കിടക്കാൻ പറ്റാമോ അല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട് കൂടുന്നത് അതൊക്കെ ചോദിക്കുമ്പം അവർക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുള്ള ആളായിരിക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ അവരിനോട് ചോദിക്കുന്നത് എല്ലാ ഒരു സ്ട്രേഞ്ചറായ സ്ത്രീയോട് പോയിട്ട് ഈ മാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് അവർക്ക് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. മല പറയുന്നത് പോലെയുള്ളവർക്ക് എടാ നിങ്ങൾ പറഞ്ഞേക്കാം മര്യാദ അടിയും പറഞ്ഞാൽ അവർ കംഫോർട്ടബിൾ ആയിരിക്കും. പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെ കംഫോർട്ടബിൾ ആവണമെന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫെഫ്ക ഒക്കെ പറയുന്നുണ്ടാകും ഷൈൻ്റെ കാലത്ത് ഈ ഒരു അവസരം കൊടുക്കില്ല, ലാസ്റ്റ് അവസരം എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഷൈനി മാത്രം ഉണ്ടെങ്കിൽ തീരുന്ന കേസല്ലായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റു പേരുമുണ്ട്, അത് ആരും പേര് മുമ്പോട്ട് വന്ന് പറയാത്തതുകൊണ്ട് അവർ പിടിക്കപ്പെടുന്നില്ല. അവർ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവരുടെ പേരുകൾ വരുന്നതേ ഉള്ളൂ. ജനങ്ങളെ സംബന്ധിച്ച് ജനം നോക്കുമ്പം ഇതെല്ലാം പറയും. ഇതെല്ലാം പറഞ്ഞ് അവസാനം കുറച്ചു കഴിയുമ്പം ഇവര് എല്ലാവരും പറഞ്ഞ് സെറ്റിലായി എല്ലാം കോംപ്രമൈസ് ആയി പോകുന്നു. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഇവിടെ നടന്നതും ഇവിടെ നടന്ന കഥകളും ആരൊക്കെയാണെന്നും അതൊക്കെ നമ്മൾ വാർത്താ മുഖ്യധാരാ മാധ്യമങ്ങൾ കേട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഒന്നൊരു അപ്ഡേഷൻ മുഖ്യധാരാ മാധ്യമങ്ങളും വന്നിട്ടില്ല, മറ്റ് ലോക്കൽ ചാനലുകളും പ്രത്യേകിച്ച് വന്നിട്ടില്ല. ജനം പൊട്ടന്മാരല്ല, അവർക്കും കണ്ണുണ്ട് കാതുണ്ട്. എല്ലാവരും ഈ പറയുന്ന സിനിമാ പ്രവർത്തകരുടെ ആരാധകരല്ല. ആരാധകരാകുമ്പോൾ അവരെ ഇത് മേടിക്കുന്നതിൻ്റെ പേരിൽ അവർ കമന്റ് ബോക്സിൽ വന്ന് തെറി പറയും, അതിനെ പ്രതിരോധിക്കാൻ നോക്കും. കാരണം ഒന്നേ അവരൊരു കമന്റോളി കാണും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരു ന്യായീകരണ തൊഴിലാളിയാണ്, അതിനൊപ്പം തന്നെ ആരാധകനെ കാണും. ഇവിടെ തൊഴിലില്ലാന്നൊരു വലിയ പ്രശ്നമായതുകൊണ്ട് ആ തൊഴിൽ അവർ ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ എല്ലാവരും ആരുടെയും അണിയോ ഭക്തനോ ആരാധകനൊന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.